വലിയ വലിയ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെയും കാണുമ്പോൾ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഈ ഞെരുക്കം മാറി എന്നെനിക്ക് ഒരു വിശാലത ലഭിക്കും. നിന്റെ ഞെരുക്കം മാറുകയാണെന്നും നിനക്കൊരു വലിയ വിശാലത വരാൻ പോകുകയാണെന്നുമാണ് ഇന്നത്തെ ആത്മിക സന്ദേശം. 118 സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വചനം. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞെരുക്കമുള്ളവൻ നിരാശപ്പെടാനല്ല, ഞെരുങ്ങുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഈ വാക്യത്തിൽ നിന്നുള്ള 1-ാമത്തെ സന്ദേശം, നിന്നെ ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക് എത്തിക്കുവാൻ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അവന്റെ പേരാണ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോഴും എത്ര വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ചിലരോടും കർത്താവ് സംസാരിക്കുക, ഈ ദിവസങ്ങളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, നിനക്കൊരു വലിയ വിശാലത വരാൻ പോകുകയാണ്. ഒരു ചോദ്യം നിങ്ങളിൽ എത്ര പേർ കൊതിക്കുന്നുണ്ട്, എൻ്റെ ലൈഫിൽ എനിക്കൊരു വിശാലത വേണം? എബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം ബൈബിളിലുണ്ട്. അവൻ ജനിച്ചപ്പോഴേ വ്യസനപുത്രനാ, ദുഃഖപുത്രൻ. അവൻ എന്നും പലരോട് ചോദിക്കുക, ഈ ദുഃഖത്തിൽ നിന്ന് എങ്ങനെ ഒരു മോചനം കിട്ടും? ഒരു ദിവസം അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു, നിലവിളിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് അവൻ പറയുക, കർത്താവേ, നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, എൻ്റെ അതിരുകളെ നീ ഒന്ന് വിസ്താരപ്പെടുത്തണം. അവൻ പ്രാർത്ഥിച്ച പോലെ ദൈവം അവൻ്റെ അതിരുകളെ വിശാലമാക്കി. ഇവിടെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ചിലരെ ഞാൻ ആത്മകണ്ണുകളിലൂടെ കാണുക. കൂടെ പാർക്കുന്നവരോട് പോലും തുറന്നു പറയാൻ കഴിയാത്ത രീതിയിൽ നിന്നെ ഞെരുക്കി അമർത്തി ഒതുക്കി വെച്ചിരിക്കുന്ന ആ പൈശാചികത്വങ്ങൾ ഈ ദിവസങ്ങൾ അഴിഞ്ഞു പോകാൻ പോവുക. ദൈവം നിന്നെ വിശാലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ ദിവസങ്ങളിൽ കൊണ്ടുപോകാൻ പോവുക. ചിലരുടെ കുടുംബജീവിതത്തിൽ വലിയ വിശാലത വെളിപ്പെടാൻ പോവുക. ചിലരുടെ ആത്മീക ജീവിതത്തിൽ വലിയ വിശാലത വെളിപ്പെടാൻ പോവുക. ചിലരുടെ ജോലി സ്ഥലത്ത് വലിയ വിശാലത, ചിലരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സംബന്ധിച്ച് വലിയ വിശാലത. ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദം, ഈ ദിവസങ്ങളിൽ ഞെരുക്കങ്ങൾ പൊട്ടും, ഒരു വലിയ വിശാലത വരാൻ പോവുക. അത് വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ശത്രു ഞെരുക്കി അമർത്തി ഒതുക്കി വെച്ചടത്തു നിന്ന് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിശാലത കൽപ്പിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളിൽ തന്നെ നിന്റെ ലൈഫിൽ ഒരു വിശാലത വരും. കാത്തിരുന്ന് കാണാം. ഗോഡ് ബ്ലെസ് യു.